ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളാണ്. ഇതിൽ ഒന്നാമത്തെ എലമെൻ്റ് ഇതാണ്, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെൻ്റ്, പിന്നെ 3, 4, 5, 6 അങ്ങനെ പോകും. ഈ ഓർഡറിലാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് അറ്റോമിക് നമ്പർ 1 ആണ് ഹൈഡ്രജൻ, അടുത്തത് അറ്റോമിക് നമ്പർ 2 ഹീലിയം, അടുത്തത് അറ്റോമിക് നമ്പർ 3, അറ്റോമിക് നമ്പർ 4, 5, 6, 7, 8, 9, 10, പിന്നെ 11, 12 അങ്ങനെയാണ് പോകുന്നത്. ഇത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണുള്ളത്. അടുത്തത് ഹീലിയം അറ്റോമിക് നമ്പർ 2, അതായത് 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും. അപ്പോൾ അടുത്തത് ലിഥിയം 3 പ്രോട്ടോണും 3 ഇലക്ട്രോണും, അടുത്തത് 4 പ്രോട്ടോണും 4 ഇലക്ട്രോണും അങ്ങനെയാണ് പോകുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇതാണ് ഒന്നാമത്തെ പീരീഡ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പീരീഡ്, ഇത് മൂന്നാമത്തെ പീരീഡ്, അങ്ങനെ ഇത് 4, 5, 6, 7 പീരീഡുകളാണ് നമുക്കുള്ളത്. ഈ ഭാഗത്തിനെ പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഒന്നാമത്തെ പീരീഡിലെ എലമെൻസിന് ഒരു ഷെല്ലാണ് ഉണ്ടാകുക, രണ്ടാമത്തെ പീരീഡിലെ എലമെൻസിലെല്ലാം 2 ഷെല്ലാണ് ഉണ്ടാകുക, മൂന്നാമത്തെ പീരീഡിലെ എലമെൻസിലെല്ലാം 3 ഷെല്ലാണ് ഉണ്ടാകുക. അങ്ങനെ പോകും. ഒരു എക്സാമ്പിൾ പറയാം. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,1 ആണ്. അപ്പോൾ എത്ര ഷെല്ലുണ്ട്? 1, 2, 3 ഷെല്ലാണുള്ളത് അല്ലേ? സോഡിയം ഏത് പീരീഡിലാണെന്ന് നോക്കിക്കേ. 1, 2, 3 ഇതാണ് സോഡിയം മൂന്നാമത്തെ പീരീഡിലാണുള്ളത്. അല്ലെങ്കിൽ ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ 2,6 ആണ്. അതായത് 1, 2 ഷെല്ലാണ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഓക്സിജൻ എത്രാമത്തെ പീരീഡിലായിരിക്കും? 1, 2 രണ്ടാമത്തെ പീരീഡ് ഇതല്ലേ ഓക്സിജൻ. ഇനി നമുക്ക് പീരീഡ് 6ഉം 7ഉം ഒന്ന് നോക്കാം. പീരീഡ് 6 തുടങ്ങുന്നത് അറ്റോമിക് നമ്പർ 55ലാണ്. അപ്പോൾ അടുത്തത് അറ്റോമിക് നമ്പർ 56. ഇനി അറ്റോമിക് നമ്പർ 57 തൊട്ട് 71 വരെ ഇവിടെ ഒറ്റ ബോക്സിലാണ് എഴുതിയിരിക്കുന്നത്. അതിന് കാരണം അറ്റോമിക് നമ്പർ 57 തൊട്ട് 71 വരെയുള്ളവരെ ഒരു സെപ്പറേറ്റ് ബ്ലോക്കിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ആദ്യത്തെ റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീരീഡ് 7 തുടങ്ങുന്നത് 87ലാണ്. 87, 88 അത് കഴിയുമ്പോൾ 89 മുതൽ 103 വരെ ഒറ്റ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ 104 തൊട്ട് 105, 106, 107 അങ്ങനെ പോകും. അപ്പോൾ ഈ 89 തൊട്ട് 103 വരെയുള്ളവരെയാണ് ഈ രണ്ടാമത്തെ റോയിൽ വെച്ചിരിക്കുന്നത്. ഈ ആദ്യത്തെ റോയിലുള്ളവരെയാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ റോയിലുള്ളവരെയാണ് ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇവർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇനി നമ്മൾ ഗ്രൂപ്പാണ് നോക്കുക. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്, നാലാമത്തെ ഗ്രൂപ്പ്, അഞ്ചാമത്തെ ഗ്രൂപ്പ്, അങ്ങനെ 18 ഗ്രൂപ്പാണുള്ളത്. ഇതാണ് 18ാമത്തെ ഗ്രൂപ്പ്. 18ാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനൺ അങ്ങനെ പോകും. ഇവരെല്ലാം നോബിൾ ഗ്യാസസ് ആണ്. അതായത് 18ാമത്തെ ഗ്രൂപ്പിൽ ആരാണുള്ളത്? നോബിൾ ഗ്യാസസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ് എടുക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആദ്യത്തെ ആളാരാണ്? ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 എന്ന് മാത്രമാണ്. അടുത്തത് ആരാണ്? ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2,1. അടുത്തത് ആരാണ്? സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2,8,1. അടുത്തത് പൊട്ടാസ്യത്തിൻ്റെ കോൺഫിഗറേഷൻ 2,8,8,1 ആണ്. അപ്പോൾ ഇവരുടെ എല്ലാം അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അതാണ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിലെ എലമെൻറ്റ്സിൻ്റെ എല്ലാം അവസാനത്തെ ഷെല്ലിൽ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാകുക. നമുക്ക് വേറൊരു ഗ്രൂപ്പ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 17. ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ 2,7 ആണ്. അടുത്തത് ക്ലോറിനാണ് 2,8,7 ആണ്. അടുത്തത് ബ്രോമിനാണ് 2,8,18,7 ആണ്. അപ്പോൾ അവസാനത്തെ എല്ലാം എന്താണ്? 7 ആണല്ലേ. ഈ ബോക്സ് കണ്ടോ? ഇത്രയും ഭാഗത്തിനെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുക. ഇവരുടെ കാര്യത്തിൽ ഇത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഉദാഹരണത്തിന് നമുക്ക് ഈ ഗ്രൂപ്പ് എടുക്കാം. ഈ ഗ്രൂപ്പിൽ അയണിൻ്റെ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 2ലാണ്, പക്ഷേ അടുത്തത് അവസാനിക്കുന്നത് 1ലാണ്, അടുത്തത് അവസാനിക്കുന്നത് 2ലാണ്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കാര്യം നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഗ്രൂപ്പ് 1നെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുക. ഗ്രൂപ്പ് 2നെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ആൽക്കലി മെറ്റൽസ്, ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബോക്സ്, അവരെ എന്താ പറയുക? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയുക.
അടുത്തത് ഗ്രൂപ്പ് 13 തുടങ്ങുന്നത് ബോറോണിലാണ്. അപ്പോൾ ഇത് ബോറോൺ ഫാമിലി. ഇത് ഗ്രൂപ്പ് 14 തുടങ്ങുന്നത് കാർബണിലാണ്. അപ്പോൾ കാർബൺ ഫാമിലി. അടുത്തതോ ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി. അടുത്തത് ഓക്സിജൻ ഫാമിലി. ഗ്രൂപ്പ് 17 തുടങ്ങുന്നത് ഫ്ലൂറിനിലാണ്. ഇവരെ ഹാലജൻസ് എന്നാണ് പറയുക, ഹാലജൻസ്. ഇനി ഗ്രൂപ്പ് 18 ആരായിരുന്നു? നോബിൾ ഗ്യാസസ് ആണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് 1 തന്നെ എടുക്കാം. ഇവരുടെ എല്ലാം അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ സെയിം ആയതുകൊണ്ട് ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസും ഏകദേശം സെയിം ആയിരിക്കും. അതുപോലെ നമുക്ക് ഗ്രൂപ്പ് 17 എടുക്കാം. ഇവരുടെ അവസാനത്തെ ഷെല്ലിൽ എല്ലാം 7 ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആയിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആയിരിക്കും. ഇത് നോക്കിയേ, ഗ്രൂപ്പ് 1-ലെ ഒന്നാമത്തെ പീരീഡിലാണിത്, രണ്ടാമത്തെ പീരീഡിലാണിത്, മൂന്നാമത്തെ പീരീഡിലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതിൽ 1 ഷെല്ല്, ഇതിൽ 2 ഷെല്ല്, ഇതിൽ 3 ഷെല്ല്, 4 ഷെല്ല് അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബ്ലോക്സിനെ പറ്റി പഠിക്കാനുണ്ടെങ്കിൽ അതാണ് അടുത്തത് പറയുന്നത്. ബ്ലോക്സിനെ പറ്റി അറിയണമെങ്കിൽ സബ് ഷെല്ലുകളെ പറ്റി അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സബ് ഷെല്ലുകളാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്? എസ്, പി, ഡി, എഫ്. ആദ്യത്തെ 2 ഗ്രൂപ്പിനെയാണ് എസ് ബ്ലോക്ക് എന്ന് പറയുക. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് സബ് ഷെല്ലിലാണ്. ഉദാഹരണത്തിന് ഈ എസ് ബ്ലോക്കിൽ നിന്ന് ഞാനൊരു എലമെൻറ്റിനെ എടുക്കുകയാണ്, സോഡിയം എടുക്കാം. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s2 2s2 2p6. ഇപ്പോൾ എത്രയായി? 10 1s 2s 2p 3s, അതായത് 3s1. ഇതാണ് കോൺഫിഗറേഷൻ. കണ്ടോ, കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എസ് സബ് ഷെല്ലിലാണ്. ഇനി ഈ 13ാമത്തെ ഗ്രൂപ്പ് തൊട്ട് ഈ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ബ്ലോക്കിനെയാണ് പി ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ അവരുടെ സബ് ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് സബ് ഷെല്ലിലായിരിക്കും? പി സബ് ഷെല്ലിലായിരിക്കും. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 എന്നാണ്. അതായത് അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എസ്സിലാണ്. പക്ഷേ അത് നോബിൾ ഗ്യാസ് ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അടുത്തത് ഈ ബ്ലോക്കിനെയാണ് ഡി ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ അവരുടെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡി സബ് ഷെല്ലിലായിരിക്കും. ഇനി ഈ ബ്ലോക്കിനെയാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ അവരുടെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എഫ് സബ് ഷെല്ലിലായിരിക്കും. പീരിയോഡിക് ടേബിളിൽ പല ട്രെൻഡ്സ് ഉണ്ടല്ലേ, അതായത് ഏത് ഭാഗത്താണ് മെറ്റൽസ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അറ്റോമിക് സൈസ് കൂടുതൽ, ഇങ്ങനെയുള്ള പീരിയോഡിക് ടേബിൾ ട്രെൻഡ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിലൊന്ന് നോക്കിയാൽ മതി.